ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ സ്മോൾ ലെറ്റേഴ്സാ പഠിച്ചത്? ബോർഡിലോട്ട് നോക്കിയേ. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ. അടുത്തത് ഏതാ പഠിച്ചേ? കെ, എൽ, എം, എൻ, ഓ. അല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതാ പഠിച്ചേ? സ്മോൾ ലെറ്റർ ഓ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് സ്മോൾ ലെറ്റർ പി. ഏതാ പഠിക്കുന്നേ? പി. ഒന്ന് പറഞ്ഞാട്ടെ. ലെറ്റർ പി. പി എങ്ങനെയാ എഴുതുന്നു നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എന്തോ ചെയ്യണം? പി എഴുതാൻ സ്റ്റാൻഡിങ് ലൈൻ പഠിച്ചില്ലേ? നേർരേഖ മുകളിൽ നിന്ന് താഴത്തോട്ട് നേർരേഖ വരച്ചു കൊടുക്കാം. ഓക്കെ, എന്തോ ചെയ്യണം? മുകളിൽ നിന്ന് താഴത്തോട്ട് നേർരേഖ, സ്റ്റാൻഡിങ് ലൈൻ. ഓക്കെ ആണോ? എന്നിട്ട് എന്തു ചെയ്യണം നമ്മള്? ഇതിന്റെ മുകളിൽ നിന്ന്, ഇതാ ഇവിടെ കണ്ടോ മുകൾ ഭാഗം, സ്റ്റാൻഡിങ് ലൈൻ തുടങ്ങിയ മുകൾ ഭാഗം, അവിടുന്ന് നമ്മള് വലത്തോട്ട് എന്തോ ചെയ്യണം? ഇതിന്റെ പകുതി വരെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്തോ ആയി? ലെറ്റർ പി. എന്തോ ചെയ്യണോ? മുകളിൽ നിന്ന് ഇങ്ങനെ പകുതി വരെ വലത്തോട്ട് ഒരു സർക്കിൾ പോലെ അല്ലേ? എന്തോ ചെയ്തു? ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തു അല്ലേ? ഓക്കെ, ലെറ്റർ പി. ആദ്യം എന്തോ ചെയ്യണം? നമ്മള് സ്റ്റാൻഡിങ് ലൈൻ വരക്കാം. മുകളിൽ നിന്ന് താഴത്തോട്ട് എന്തോ ചെയ്യണോ? മുകളിൽ നിന്ന് താഴത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ. മുകളിൽ നിന്ന് താഴത്തോട്ട് തന്നെ വരക്കണം. ഇങ്ങനെ വരക്കാൻ പാടില്ല, തെറ്റാ. ഇവിടുന്ന് ഇവിടെ തന്നെ വരക്കണം, അതാണ് ശരി. ഓക്കെ, എന്നിട്ട് എന്തോ ചെയ്യണോ? ഇതാ ഇവിടുന്ന് നമ്മൾ തുടങ്ങിയ മുകളിൽ നിന്ന് ഇതിന്റെ പകുതി വരെ ഒരു റൗണ്ട് സർക്കിൾ വരച്ചു കൊടുക്കാം വലത്തോട്ട് ഇങ്ങനെ. സ്മോൾ ലെറ്റർ പി അല്ലേ? എന്താ? സ്മോൾ ലെറ്റർ പി. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. സ്റ്റാൻഡിങ് ലൈൻ വരച്ചു കൊടുത്ത് അതിനെ നമ്മൾ എന്തോ ചെയ്തു? പിന്നെ ആദ്യം മുകളിൽ നിന്ന് താഴത്തോട്ട് നേർരേഖ, സ്റ്റാൻഡിങ് ലൈൻ. സ്റ്റാൻഡിങ് ലൈന് നമ്മളിതാ അത് തുടങ്ങുന്ന മുകൾ ഭാഗത്തുനിന്ന് ഫ്രണ്ടിലോട്ട് വലതു ഭാഗത്തോട്ട് ഒരു സർക്കിൾ പകുതി വരെ, ഇവിടുന്ന് ഇതിന്റെ പകുതി വരെ ഇങ്ങനെ വലത്തോട്ട്. ഇങ്ങനെ വലത്തോട്ട് നമ്മൾ ഇത് പഠിച്ചില്ലേ? കർവ്. അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തു അതിന്റെ പകുതി വരെ. ലെറ്റർ പി. സ്റ്റാൻഡിങ് ലൈൻ. എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ അതിന്റെ പകുതി വരെ. സ്മോൾ ലെറ്റർ പി. ഓക്കെ, സ്റ്റാൻഡിങ് ലൈൻ വരക്കുക. എന്നിട്ട് കർവ് പോലെ അല്ലെങ്കിൽ ഒരു സർക്കിൾ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ ചെയ്യും അതിന്റെ പകുതി വരെ. സ്റ്റാൻഡിങ് ലൈൻ, അതിന്റെ പകുതി വരെ കർവ്, ഇങ്ങോട്ട് കർവ് അല്ലെങ്കിൽ ഒരു സർക്കിൾ പോലെ. ഓക്കെ ആണോ? ലെറ്റർ പി എഴുതാൻ എളുപ്പമല്ലേ? മനസ്സിലാക്കിയാൽ എഴുതാൻ. ബുക്ക് എടുത്തൊന്ന് എഴുതി നോക്കിയേ. സ്മോൾ ലെറ്റർ പി. ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ വരക്കുക മുകളിൽ നിന്ന് താഴത്തോട്ട്. എന്നിട്ട് എന്തോ ചെയ്യണം? നമ്മളിതാ ഇവിടെ തുടങ്ങി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കർവ് വരക്കാം അല്ലെങ്കിൽ ഒരു സർക്കിൾ അതിന്റെ പകുതി വരെ വരക്കണം. നമ്മൾ വരച്ച സ്റ്റാൻഡിങ് ലൈനിന്റെ പകുതി വരെ കർവ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ. സ്മോൾ ലെറ്റർ പി. എങ്ങനെ? കൈവിടാതെ എഴുതുക. ഇങ്ങനെ. എളുപ്പല്ലേ? സ്മോൾ ലെറ്റർ പി. പറ്റുന്നുണ്ടോ എഴുതാൻ വേണ്ടിയിട്ട്? ഏതാ പഠിച്ചതിന്ന്? സ്മോൾ ലെറ്റർ പി. ഏതാ പഠിച്ചേ? സ്മോൾ ലെറ്റർ പി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. താങ്ക് യു.